ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഒരു കിടിലൻ അപ്പമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഇഡ്ഡലി, ദോശ, ചപ്പാത്തിയൊക്കെ അല്ലേ. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. പണിയാരം എന്ന് പറയും. അത് നമുക്ക് കുഴിയില്ല, കാര ചുടുന്ന ആ പാത്രത്തിലും ചുടാം, അതിനേക്കാളും വലുതുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അതിന് വേണ്ടുന്ന ഇഡ്ഡലിൻ്റെ കൂട്ട് മാത്രം മതി, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നായിട്ട് ഒന്നുമില്ല. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഇഡ്ഡലി കൂട്ടാണ്. ഇതിലാണ് ഒരു കപ്പോളം സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഇത് ഒരു സ്പൂൺ മുളക് പൊടി, ഇത് 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, ഒരു 1/4 സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി നല്ലോണം ഇളകണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ചേർന്ന് വരണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. എപ്പോഴും ഇഡ്ഡലിയും ദോശയൊന്നും ആക്കണ്ട, ഇതുപോലെയെല്ലാം ആക്കിക്കഴിഞ്ഞാൽ ഇത് പണിയാരം എന്നാണ് പറയുക. ഇനി നമുക്കിത് ചുടാൻ നോക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട. ഇതാണ് പണിയാരം. പണിയാരം നമ്മൾ കാരി ചുടുന്ന പാത്രത്തിലും ചുടാം. ഇത് നമ്മൾ ഇഡ്ഡലീൻ്റെ കൂട്ടാണ്, ഇന്നലെ അരച്ച് വെച്ച ഇഡ്ഡലീൻ്റെ കൂട്ടാണ്. ഇത് നിറയ്ക്കണ്ട, ഫുള്ളാക്കണ്ട, ഓവർഫ്ലോ ആവും. അധികം സ്പീഡാക്കണ്ട, തീ കുറച്ച് കുറച്ചിട്ട് ഇത് നമുക്കിനി തിരിച്ചിടാം. നല്ലെണ്ണ തിരിച്ചിട്ട് നമ്മുടെ പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ എടുക്കാം. പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി ആക്കിയാൽ റെഡി. ഞാനിപ്പോൾ തേങ്ങാ ചമ്മന്തി ഒന്നും ആക്കിയിട്ടില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണാണ് എനാബിൾ ചെയ്യുക. Thanks for watching. Bye.